അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും വാശിയേറിയ പ്രചാരണങ്ങൾക്കും ഒടുവിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇന്ന് വിധിയെഴുത്ത്. വോട്ടെടുപ്പിന്റെ ആദ്യ 4 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. കാര്യമായ പ്രശ്നങ്ങളൊന്നും വോട്ടെടുപ്പിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 184 ബൂത്തുകളിലും വോട്ടെടുപ്പ് തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിയിരുന്നു. മോക്ക് പോളിംഗിനു ശേഷം രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. ആദ്യം തന്നെ വോട്ട് ചെയ്ത് പിന്നീടുള്ള തിരക്ക് ഒഴിവാക്കാനായി വോട്ടർമാർ നേരത്തെ എത്തിയിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. വൈകിട്ട് 6 വരെയാണ് തെരഞ്ഞെടുപ്പ്. പാലക്കാട് നഗരസഭ, പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ 184 ബൂത്തുകളിലായാണ് ഇന്ന് ജനം വിധിയെഴുതുന്നത്. 1,94,706 വോട്ടർമാർ വിധി എഴുതുന്നതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. വോട്ടെടുപ്പിന് ശേഷം രാത്രി തന്നെ കോളേജിലെ ന്യൂ തമിഴ്സ് ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകളിലേക്ക് ഇവ മാറ്റും. UDF, LDF, NDA സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 3 മുന്നണികൾക്കും നിർണായകമാണ് ഈ ഉപതിരഞ്ഞെടുപ്പ്. പലതവണ ഉള്ളം കൈയിൽ നിന്നും നഷ്ടപ്പെട്ട മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് LDF ലക്ഷ്യം. കോൺഗ്രസ് വിട്ടുവന്ന P. സരിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. കർഷകർ അടക്കമുള്ള ജനവിഭാഗത്തിന് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ഇപ്രാവശ്യം ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് മുന്നണിക്കുള്ളത്. ഷാഫി പറമ്പിലിന് ജനസ്വീകാര്യതയുള്ള മണ്ഡലം. ഭൂരിപക്ഷം 1 ഇഞ്ച് പോലും കുറയാതെ നിലനിർത്തുക എന്നതാണ് UDF ലക്ഷ്യം. പാലക്കാട് ജനത നേരത്തെ തങ്ങളുടെ തീരുമാനം അറിയിച്ചിട്ടുള്ളതാണെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. എണ്ണയിട്ട യന്ത്രം പോലെ ഒറ്റക്കെട്ടായാണ് UDF നേതാക്കൾ പാലക്കാടിനായി പ്രവർത്തിച്ചത്. സന്ദീപ് വാര്യരുടെ സസ്പെൻസ് വരവും കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കൂട്ടിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭാ ഭരണം കൈയിലൊതുക്കിയ BJPക്ക് നിയമസഭയിൽ കൂടി ഒരു പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ജനകീയനായ C. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുതന്നെയാണ്. എന്നാൽ അവസാന നിമിഷം ഉണ്ടായ സംഘടനാപരമായ പ്രശ്നങ്ങളും സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടി അനുഭാവികൾ അല്ലാത്ത വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും എന്നതും ഏറെ നിർണായകമാണ്. ആകെ വോട്ടർമാരിൽ 2,306 പേർ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 2,445 പേർ 18നും 19നും വയസ്സിനിടയിലുള്ളവരും 780 പേർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സും 229 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസി വോട്ടർമാർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ വോട്ടെടുപ്പ് ദിനമായ നവംബർ 20-ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അവധി പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുഭരണ വകുപ്പ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് വേതനത്തോടു കൂടി അവധിയായിരിക്കും.